ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാം. ഇവിടെ ഒരു ഫുൾ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകില്ല, നമ്മൾ കാന്താരി എടുത്തു, കുരുമുളക്, ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അരച്ചു കഴിഞ്ഞത് നമ്മൾ ആ ചിക്കനിലോട്ട് നമ്മളത് നന്നായിട്ടൊന്ന് തേച്ച് ഇതൊന്ന് പിടിപ്പിക്കണം. നമ്മളത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഈ 3 പൊടികളും ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ സത്യത്തിൽ തൈര് ചേർക്കാൻ നമ്മൾ മറന്നുപോയതാണ്. പിന്നെ തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നമ്മുടെ ചിക്കൻ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ അത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് തേക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ കുക്കറിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബാക്കി വന്ന മസാല അതിനകത്തോട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ പാൻ വെച്ചിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് നമുക്ക് തക്കാളി, സവാള ഇതെല്ലാം വഴറ്റി വെക്കുക. നമ്മുടെ സവാളയും എല്ലാം വഴന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളി അതേപോലെ സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നു. നമുക്കിനി അതിനകത്തോട്ട് ടൊമാറ്റോ സോസ് കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സും കൂടെ ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് നമ്മൾ വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. ഓക്കെ, നമുക്കിനി അപ്പുറത്തെ സൈഡും കൂടെ വേവട്ടെ. നമുക്ക് അപ്പോൾ ഒരു 2-3 വിസിൽ മതിയാവും. അപ്പോൾ നമ്മുടെ മസാലയ്ക്കകത്തോട്ട് നമുക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഇവിടെ 2 സൈഡും നന്നായിട്ട് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങളുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത്രയുള്ള നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ലതായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്.